ചീര ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇന്ന് ചീര വെച്ചൊരു കറിയാണ്. തണ്ടൊക്കെ കളഞ്ഞിട്ട് മഞ്ഞൾ ഉപ്പിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ട്. അരക്കപ്പ് പരിപ്പെടുത്തിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ചെറിയ സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളി ചതച്ചത് ഇത് കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു തക്കാളി കൂടെ ചേർക്കുന്നുണ്ട്. അടച്ചു വെച്ച് കുക്കറിൽ 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, 4 ചെറിയുള്ളി, 1 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി അരിഞ്ഞതിട്ട് മൂത്തതിന് ശേഷം ഒരു 2-3 ഉണക്കമുളകും ആവശ്യത്തിനുള്ള വേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാൽ വറവ് ഇവിടെ റെഡി ആയി. നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ചീരക്കറി ഇവിടെ റെഡി.